സി അച്യുതമേനോൻ ഒരു കാലഘട്ടത്തിലും കേരളം ചിരിച്ചു കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. പിണറായി വിജയൻ ഈ അടുത്ത കാലത്താണ് ഏതെങ്കിലും തരത്തിൽ ചിരിക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികൾ അങ്ങനെയാണ് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് നമ്മളോട് പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ സാമൂഹ്യ സാഹചര്യമാണ്. നമുക്ക് ഒരു നേതാവിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേതാവിന് ഇപ്പോൾ ആൻ്റണിയെ പോലെ ലളിതശീലനായിക്കൂടെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാവരുമായിട്ടും കെട്ടിപ്പിടിച്ച് നടന്നുകൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കുന്നതിൽ ഒരു യുക്തിയില്ല. ഉമ്മൻചാണ്ടിയുടെ സാമൂഹ്യ സാഹചര്യം വേറെ, ആൻ്റണിയുടെ സാമൂഹ്യ സാഹചര്യം വേറെ, പിണറായിയുടെയും വി എസിൻ്റെയും ഗൗരിയമ്മയുടെയും രാഷ്ട്രീയ സാഹചര്യം, ഇ കെ നായനാരുടെയും രാഷ്ട്രീയ സാഹചര്യം വേറെ. ഇവിടെ എനിക്കൊരു കാര്യം പറയേണ്ട, അതായത് ഈ എം ടി വാസുദേവൻ നായർ ഒരിക്കൽ പോലും പിന്തിരിപ്പനായ ഏതെങ്കിലും ഒരു ആശയത്തെ പിൻപറ്റിയിട്ടുള്ള ആളല്ല. വളരെ പുരോഗമനപരമായ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പ്രത്യക്ഷമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ആഭിമുഖ്യം വെച്ച് പുലർത്തുകയോ അതിനനുസരിച്ച് പ്രസ്താവനകൾ നടത്തിയിട്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിൻ്റെ പ്രോഗ്രസീവായ മുന്നേറ്റത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നതിൽ ആരൊക്കെ മുൻനിൽക്കുന്നു അവരെയൊക്കെ പിന്തുണയ്ക്കുന്നൊരു സമീപനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഒരിക്കൽ പോലും, ഞാൻ പറയുന്നത് ഒരിക്കൽ പോലും എം ടി വാസുദേവൻ നായരുടെ മതേതരത്വത്തെക്കുറിച്ച് നമുക്ക് സംശയമില്ല. എം ടി വാസുദേവൻ നായർ വിഭാവന ചെയ്യുന്ന സമൂഹം ഒരു ബഹുസ്വര സമൂഹമാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. മാത്രവുമല്ല, മലബാറുമായി ബന്ധപ്പെട്ട് മലബാറിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയിൽ നിന്നും ഒരു സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിൽ നിന്നും വരുന്നയാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപരിസരങ്ങളിലൂടെ വളരെ ഇൻക്ലൂസീവായ ഒരു സംസ്കാരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പിന്നെ എം ടി വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ചേരി ഇടതുപക്ഷ ചേരിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഇടതുപക്ഷ ചേരിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ എം ടി വാസുദേവൻ നായർക്ക് വേദനയുണ്ടാക്കും. ആ വേദനയുടെ പ്രകാശനമാണ് എം ടി വാസുദേവൻ നായർ നടത്തിയിരിക്കുന്നത്. അത് ഒരു സാധ്യതയായി എം ടി വാസുദേവൻ നായർ കാണുന്നു എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഇത് പറയുന്നത് വഴി ഒരു നല്ല കാര്യം സംഭവിക്കുന്നു എങ്കിൽ സംഭവിക്കട്ടെ, അതാണല്ലോ പിന്നീട് വന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ. ആ വിമർശനത്തെ ആത്മപരിശോധനയോടുകൂടി അവർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതേസമയം ഈ പറയുന്ന, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു വിമർശനം പിന്നെ നരേന്ദ്രമോദിക്കെതിരായിട്ടോ അമിത്ഷായ്ക്കെതിരായിട്ടോ എം ടി വാസുദേവൻ നായർ പറയില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും വിഭാവന ചെയ്തിട്ടുള്ള ആശയമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്കിടപെട്ട് വ്യക്തിപരമായോ അല്ലെങ്കിൽ ഒരു സംഘം എന്ന നിലയ്ക്കോ നവീകരിക്കാൻ പറ്റുന്നതോ നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്നതോ അല്ല. അത് വളരെ അങ്ങേയറ്റം വിഭാഗീയമായ ഒരാശയത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഒരു എം ടി വാസുദേവൻ നായർ കാണുന്നുകൊണ്ടാണ് അത് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം, അത് അതിനുശേഷം സുജയ പറഞ്ഞോളൂ. നോക്കൂ, ഇവിടെ പൂർണ്ണമായും നമ്മൾ പിണറായി വിജയനിലേക്കാണ് ഇത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ എം ടി വാസുദേവൻ നായരുടെ വിമർശനം എന്ന് പറയുന്നത് അത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലൊരു സവിശേഷമായ സാഹചര്യത്തിൽ അത്തരൊരു വിമർശനം പിണറായി വിജയനെ കൂടി വേദിയിലെടുത്തിക്കൊണ്ട് നടത്തുമ്പോൾ എം ടിയുടെ ലക്ഷ്യം പിണറായിയുടെ പാർട്ടിയെയും നവീകരിക്കുക എന്ന് തന്നെയായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താം. അതിനപ്പുറത്തേക്ക് കൂടി ഒരു മാനമുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ 34 മണിക്കൂറായിട്ട് ഇത് ചർച്ച ചെയ്യുമ്പം ഇത് ഏകപക്ഷീയമായി പോകുന്നത്, പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നത്, അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കി അതെല്ലാം കേന്ദ്രത്തിനെതിരാണ് എന്ന് പറയാനും ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതേസമയം രാജ്യത്താകെ 41 കോടി ജനങ്ങൾക്കും ബാധകമായ ഒരു രാഷ്ട്രീയം കൂടി എം ടി വാസുദേവൻ നായർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനെ കേരളത്തിൻ്റെ ഒരു ചുറ്റുവട്ടത്തിലേക്ക് മാത്രമായിട്ട് ചുരുക്കി കാണണ്ട, അത് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതാണ് പറഞ്ഞത്, ഈ ആൾക്കൂട്ടങ്ങളല്ല ഉത്തരവാദിത്തപ്പെട്ട സമൂഹങ്ങളായി നമ്മൾ മാറണമെന്ന് പറയുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ആൾക്കൂട്ടങ്ങൾ ആർക്കാണ് ആവശ്യം? കലാപങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ആൾക്കൂട്ടങ്ങൾ ഉണ്ടായാൽ മതിയെന്നേ. ഉത്തരവാദിത്തപ്പെട്ട സമൂഹം അതല്ല. ഉത്തരവാദിത്തപ്പെട്ട സമൂഹം കലാപാഹ്വാനങ്ങളോട് ചോദ്യം ചെയ്യും, അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കും. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സമൂഹങ്ങളായി നമ്മൾ മാറണമെന്ന് പറയുന്നത് കേരളത്തിനും ദേശീയ തലത്തിലും ഒരുപോലെ ബാധകമായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ഇവിടെ തൽക്കാലം നരേന്ദ്രമോദിക്കെതിരായിട്ടല്ല വിമർശനം, അമിത്ഷായ്ക്കെതിരായിട്ടല്ല വിമർശനമെല്ലാം പിണറായി വിജയനെതിരായിട്ടാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ മാത്രം നമ്മളതിനെ ചുരുക്കി എഴുതുമ്പോൾ ഈ എം ടി വാസുദേവൻ നായരെ വല്ലാണ്ട് നമ്മളങ്ങ് ലഘൂകരിക്കുന്നു. Meet the editors.